എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ഇക്കായി 8ലെ 3ാമത്തെ പാഠഭാഗമായ ടൂട്ടാ പഹ്യ എന്ന കവിതാഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ടൂട്ടാ പഹ്യ എന്ന് പറഞ്ഞാൽ പൊട്ടിയ ചക്രം എന്നാണ് അർത്ഥം. ഈ കവിത എഴുതിയത് ധർമ്മവീർ ഭാരതിയാണ്. ഉൻകാ ജന്മ 25 दिसंबर 1926 इलाहाबाद, निधन 4 सितंबर 1997. आधुनिक हिंदी साहित्य के प्रमुख लेखक, कवि, नाटककार और सामाजिक विचारक. उनकी प्रमुख कृतियाँ मुर्दों का गाँव, स्वर्ग और पृथ्वी, चांद और टूटे हुए लोग, डंडा लोहा, कनुप्रिया, गुनाहों का देवता, सूरज का 7वां घोड़ा, अंधायुक. पुरस्कार पद्मश्री, संगीत नाटक अकादमी, ഭാരത് ഭാരതി വ്യാസ് സമ്മാൻ. ശ്രീ ധർമ്മവീർ ഭാരതി 1926 ഡിസംബർ 25 ഇലഹാബാദിൽ ജനിച്ചു. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ ലേഖകനും കവിയും നാടകകൃത്തും സാമൂഹ്യ ചിന്താകനുമായിരുന്നു അദ്ദേഹം. മുർദോं का गाँव, स्वर्ग और पृथ्वी, चांद और टूटे हुए लोग, डंडा लोहा, कनुप्रिया, गुनाहों का देवता, सूरज का 7वां घोड़ा, അന്ധായുക് മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. പത്മശ്രീ, സംഗീത നാടക അക്കാദമി, ഭാരത് ഭാരതി വ്യാസ് സമ്മാൻ എന്നീ ബഹുമതികൾ കൊണ്ട് അദ്ദേഹം ആദരണീയനായിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് 1997 സെപ്റ്റംബർ 4 അദ്ദേഹം അന്തരിച്ചത്. ഇനി കവിതാഭാഗത്തിലോട്ട് പോകാം. മഹാഭാരത യുദ്ധത്തിൽ ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കടന്ന ധീരനായ അഭിമന്യു നിരായുധനായി തീർന്നപ്പോൾ തൻ്റെ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം ആശ്രയമാകുന്നു. ഇതുപോലെ സമൂഹത്തിലെ ചൂഷണവർഗത്തിനെതിരെ പോരാടാൻ നിസാരമെന്ന് കരുതി അവഗണിക്കുന്ന വ്യക്തിയോ വസ്തുവോ നമുക്ക് ആശ്രയമാകും. നിസാരമായി ഒരു വ്യക്തിയോ വസ്തുവിനെയോ അവഗണിക്കരുതെന്ന് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अशौनी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. मैं रथ का टूटा हुआ पहिया हूँ എന്ന് പറഞ്ഞാൽ ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലെക്കിൻ മുझे फेंको मत, എന്നാൽ എന്നെ ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയരുത്. क्या जाने कब इस दुरूह चक्रव्यूह में अशौनी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यു ആക്കർ गिर जाए. ഈ ദുരൂഹ ചക്രവ്യൂഹത്തിലേക്ക് അശൗണി സേനകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദുസ്സാഹസികനായ അഭിമന്യു വന്നു കുടുങ്ങില്ല എന്ന് എങ്ങനെ അറിയാം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहिए. അപ്പനെ പക്ഷക്കോ, സ്വന്തം പക്ഷത്ത് അസത്യമാണെന്നറിഞ്ഞിട്ടും വലിയ വലിയ മഹാരഥന്മാർ പോലും, അതാണ് ബഡേ ബഡേ മഹാരഥി എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാരഥന്മാർ പോലും, അക്കേലെ നിഹത്തി ആവാസ്കോ, ഏകനും നിരായുധനുമായവൻ്റെ ശബ്ദത്തെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടിമതിക്കാൻ ആഗ്രഹിച്ചേക്കാം. ബഡേ ബഡേ മഹാരഥി അക്കേലെ നിഹത്തി ആവാസ്കോ അപ്പനെ ബ്രഹ്മാസ്ത്രം സെ, തൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട്, अपने ब्रह्मास्त्र से कुचल देना चाहिए, ചവിട്ടിമതിക്കാൻ ആഗ്രഹിച്ചേക്കാം. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. അപ്പോൾ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമായി എനിക്ക് അവൻ്റെ കൈകളിലൂടെ ബ്രഹ്മാസ്ത്രങ്ങളോട് പൊരുതാൻ കഴിഞ്ഞേക്കും. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. ഇതിഹാസോं की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ചരിത്രത്തിൻ്റെ സാമൂഹികമായ ഗതി അവിചാരിതമായി തെറ്റായി മാറുമ്പോൾ യാഥാർത്ഥ്യം പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കില്ല എന്ന് എങ്ങനെ അറിയാം. ഈ കവിതയിൽ പറഞ്ഞു വരുന്നത്, നിസാരമെന്ന് കരുതി നാം ഉപേക്ഷിക്കുന്ന വ്യക്തിയോ വസ്തുവോ അവസരം വരുമ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെടും. ഇതിൽ യുദ്ധത്തിൻ്റെ മഹാഭാരത യുദ്ധത്തിൽ ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കടന്ന ധീരനായ അഭിമന്യു നിരായുധനായി തീർന്നപ്പോൾ തൻ്റെ രഥത്തിൻ്റെ പൊട്ടിയ ചക്രം ആശ്രയമാകുന്നു. അതായത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമായാണ് കണക്കാക്കുന്നത്. അഭിമന്യു ചക്രവ്യൂഹത്തിൽ കടന്ന് ധീരതയോടെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അയാൾ തനിച്ച് മഹാരഥന്മാരെ നേരിട്ടു. എന്നാൽ അയാളുടെ
രഥം തകരുകയും വാൾ ഒടിയുകയും ചെയ്തു. അപ്പോൾ അഭിമന്യു തൻ്റെ പൊട്ടിയ ചക്രത്തിൻ്റെ സഹായത്താൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതും നഷ്ടപ്പെട്ട അയാൾ പൂർണ്ണമായും നിരായുധനായി. യുദ്ധത്തിൽ നിരായുധനായ വ്യക്തിയോട് യുദ്ധം ചെയ്യുന്നത് അധർമ്മമാണ്. ഈ സത്യം ഗൗരവപക്ഷത്തിനറിയാമായിരുന്നു. എന്നാൽ അവർ ഈ ധർമ്മം മറന്ന് അവസരം പ്രയോജനപ്പെടുത്താനായി നിരായുധനായ അഭിമന്യുവിനെ തങ്ങളുടെ ബ്രഹ്മാസ്ത്രത്താൽ കൊല്ലുവാൻ ആഗ്രഹിച്ചു. അവസാനം അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ആധുനിക സമൂഹത്തിൽ ഈ കവിത വളരെ യോജിച്ചതാണ്. അതായത് സമൂഹത്തിൽ തിന്മകൾ ദൂരീകരിക്കാൻ വേണ്ടി കൂടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒറ്റയ്ക്ക് ശ്രമിക്കുന്നു. അപ്പോൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി ചില പ്രബല ശക്തികൾ അധാർമിക മാർഗം സ്വീകരിക്കുന്നു. ഈ കവിതയുടെ കവി ഈ കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത്. പൊട്ടിയ ചക്രം എന്ന് ഉദ്ദേശിക്കുന്നത് തകർന്നുപോയ മാനുഷിക മൂല്യങ്ങളുടെ പ്രതീകമാണ്. നാം നിസാരമെന്ന് കരുതി തള്ളിക്കളയുന്ന വ്യക്തിയോ വസ്തുവോ ചിലപ്പോൾ നമുക്ക് വളരെ ഉപയോഗപ്രദമാകും. ഇതുപോലെ അധികാരിവർഗം സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ ചവിട്ടിമതിക്കുന്ന സമയത്ത് പൊട്ടിയ ചക്രം പോലുള്ള തകർന്ന മാനുഷിക മൂല്യങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്രദമാകും. ഇതൊരു പ്രതീകാത്മകമായ കവിതയാണ്. പുരാണ കഥാസന്ദർഭത്തെ മാധ്യമമാക്കി കവി സാമൂഹിക മൂല്യങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് ഉപദേശിക്കുന്നു. കവിതയുടെ ഭാഷ ലളിതമാണ്. സ്വന്തം ചിന്തകൾ വ്യക്തമാക്കുന്നതിൽ കവി വിജയിച്ചിരിക്കുന്നു. ഇനി പാഠഭാഗത്തു നിന്ന് വരുന്ന വേർഡ് മീനിങ്, അതായത് ശബ്ദാർത്ഥം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നോക്കി വെക്കുക. പിന്നെ ടെസ്റ്റ് വർക്കും ഇതിൽ നിന്ന് വരുന്ന 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസറും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് നോക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.